സുഡാൻ കത്തുകയാണ്. അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ കൂട്ടക്കൊലകളാണ് അവിടെ നടക്കുന്നത്. ഒരു കാലത്ത് ഒരുമിച്ച് നിന്ന പട്ടാളവും പാരാമിലിറ്ററി വിഭാഗവും പരസ്പരം അധികാരത്തിനായി തമ്മിലടിക്കുമ്പോൾ ഇരയാകുന്നത് സാധാരണക്കാരാണ്. ലോകം മുഴുവൻ ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു. എന്നാൽ കേരളത്തിൽ ചില വർഗീയ ശക്തികൾ ഈ ആഭ്യന്തര കലാപത്തെ, വംശീയ സംഘർഷത്തെ മതത്തിൻ്റെ പേരിൽ ചേർത്ത് ആഘോഷിക്കുന്നു. ഇത് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തുന്ന കൂട്ടക്കൊലയാണെന്നും ഫലസ്തീനിൽ അല്ലാത്തത് കൊണ്ട് ഹാഷ്ടാഗുകൾ ഇല്ലെന്നും തുടങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഫലസ്തീൻ വിരോധവുമായി ജീവിക്കുന്ന കുറേ നികൃഷ്ട ജന്മങ്ങൾ. അവരെ സംബന്ധിച്ച് അവർക്ക് ഇനിയും ഫലസ്തീനികൾ കൊല്ലപ്പെടുന്നത് കാണണം. ഇസ്രായേൽ വംശഹത്യ നടത്തുമ്പോൾ ആരും പ്രതിഷേധിക്കരുത്. ഇതൊക്കെയാണ് ഇവരുടെ താല്പര്യങ്ങൾ. ഇസ്രായേലിൻ്റെ ഫലസ്തീൻ അധിനിവേശം 7 നൂറ്റാണ്ടിലേറെ നടന്നു വരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇനിയും പരിഹരിക്കാത്ത ഈ പ്രശ്നത്തിൻ്റെ പേരിൽ ലോകം മുഴുവൻ ഉണ്ടാകുന്ന പ്രതിഷേധവും മാധ്യമ ശ്രദ്ധയും മറ്റു വിഷയങ്ങളിൽ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് അമേരിക്ക അഫ്ഗാനിലും ഇറാഖിലും ലക്ഷങ്ങളെ കൂട്ടക്കൊല ചെയ്ത കാലത്ത് പോലും കിട്ടാത്ത മാധ്യമ ശ്രദ്ധയും ഹാഷ്ടാഗും ഫലസ്തീൻ വിഷയത്തിൽ കിട്ടുന്നത്. അല്ലാതെ മരിക്കുന്നത് മുസ്ലിങ്ങൾ ആയതുകൊണ്ടല്ല. ഇനി സുഡാൻ കത്തിക്കുന്ന RSF എന്ന സായുധ സംഘത്തെക്കുറിച്ച് പറയാം. 2020 ഡൊണാൾഡ് ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ കൊണ്ടുവന്ന ഒരു കരാറുണ്ട്. അതിൻ്റെ പേരാണ് അബ്രഹാം അക്കോർഡ്. ഈ കരാറിനെക്കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ, നമ്മളൊക്കെ അബ്രഹാമിൻ്റെ പിൻഗാമികളാണ്. മതത്തിനപ്പുറം വംശീയമായി നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കണം. ഇസ്രായേലിനും UAEക്കും പുറമെ ബഹ്റൈനും ആഫ്രിക്കൻ രാജ്യമായ സുഡാനും മൊറോക്കോയും ഒക്കെ ഈ കരാറിൽ ഭാഗമാണ്. എന്നാൽ സുഡാനിലെ പശ്ചാത്തലത്തിൽ ഇത് വംശീയമായ ചേരിതിരിവിനെ കൂടുതൽ സഹായിച്ചു എന്ന് പറയാം. അറബ് വംശജരും അറബ് സംസാരിക്കുന്നവരും ഒരു വിഭാഗമായി മറ്റു ഗോത്ര വിഭാഗങ്ങളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഇത് മാറി. ഇന്ന് സുഡാനിൽ കാണുന്ന ഭീകരവാദികളായ RSF ഈ അബ്രഹാം അക്കോർഡിൻ്റെ ആൾക്കാരാണ്. പഴയ കാലത്ത് സുഡാനിലെ പാരാമിലിറ്ററി വിഭാഗമായ ഇവർ ഇന്ന് സുഡാനിലെ സൈന്യവുമായി ഏറ്റുമുട്ടുകയാണ്. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ മതത്തിൻ്റെ പേരിൽ കെട്ടിവെച്ച് മുസ്ലിങ്ങളെ 10 തെറിയും പറഞ്ഞ് ഉള്ളിലുള്ള വെറുപ്പ് മുഴുവൻ ഛർദ്ദിച്ച് പോകുന്നതിന് മുമ്പ് യഥാർത്ഥ കാരണത്തെക്കുറിച്ച് മനസ്സിലാക്കുക. ഗാസയുടെ കാര്യത്തിൽ പ്രതിഷേധിച്ചത് കൂടിപ്പോയി, ഹാഷ്ടാഗ് ഇട്ടത് കൂടിപ്പോയി എന്ന് പറഞ്ഞ് മോങ്ങുന്നതിന് പകരം UAEയും ഇസ്രായേലും RSFന് നൽകുന്ന പിന്തുണയ്ക്കെതിരെ ലോകം മുഴുവൻ പ്രതിഷേധം ഉയരേണ്ട കാലമാണിത്. സുഡാൻ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി അവരുടെ ഭൂമിക്കടിയിലുള്ള സ്വർണ്ണമാണ്. നിലവിൽ RSF പിടിച്ചെടുത്ത പ്രദേശങ്ങളിലെ സ്വർണ്ണഖനികൾ തന്നെയാണ് അവരെ മറ്റുള്ളവരെ അടിച്ചമർത്താനും കൂട്ടക്കൊല ചെയ്യാനുമുള്ള ആയുധങ്ങൾ മേടിച്ചു കൂട്ടാൻ പ്രേരിപ്പിക്കുന്നത്. നാം പുറമേ കാണുമ്പോൾ നല്ലവരെന്ന് വിലയിരുത്തുന്നവർ തന്നെയാണ് സാമ്രാജ്യത്വ മോഹങ്ങളുമായി ഈ ജനതയെ കൂട്ടക്കൊല ചെയ്യാൻ പിന്തുണയ്ക്കുന്നത്. UAE ഭരണാധികാരികളൊക്കെ പണത്തിനും പ്രൗഢിക്കും വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നതിൻ്റെ ഉദാഹരണമാണിത്. ഗാസയിൽ ഇസ്രായേൽ ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്ന ഈ സമയത്ത് പോലും ഇസ്രായേലുമായി പുതിയ കരാറുകളിൽ ഒപ്പിടുന്ന തിരക്കിലാണ് ഷെയ്ഖ് സായിദ് അൽ നഹിയാൻ്റെ UAE ഭരണകൂടം. അത്രയധികം പണത്തിനോടുള്ള ആർത്തിയാണ് UAE ഭരണാധികാരികൾക്കുള്ളത്. എത്രയധികം മനുഷ്യർ കൊല്ലപ്പെടുന്നുവെന്നോ അഭയാർത്ഥികളാക്കപ്പെടുന്നുവെന്നോ അവർ പ്രശ്നമാക്കുന്നില്ല. അവരെ സംബന്ധിച്ച് മാനം മുട്ടുന്ന കൊട്ടാരങ്ങൾ പണിയണം, ടൂറിസം വളർത്തണം, അവരുടെ ബിസിനസ് വളർത്തണം. അതാണ് അവരുടെ ലക്ഷ്യം. അതിനപ്പുറം മറ്റൊന്നിലേക്കും അവർ ചിന്തിക്കുന്നില്ല. മനുഷ്യരെ വംശത്തിനും മതത്തിനും അപ്പുറം ഒന്നായി കാണുന്ന ഒരു ലോകക്രമം ഉണ്ടാക്കുക മാത്രമാണ് ഇതിനൊരു പരിഹാരം. അബ്രഹാം അക്കോർഡ് പോലെയുള്ള തീർത്തും വംശീയമായ കൂട്ടുകെട്ടുകൾക്കെതിരെ ലോകം മുഴുവൻ പ്രതിഷേധവും ഉയരേണ്ടതുണ്ട്.